والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. എവിടെ എത്ര പേജ്? അൽ മസ്അലത്തുൽ ആശിറ അൽ ഹറക്കാത്തു ഹറക്കത്തുകൾ അബ്ആദുൻ ബഅദാണ് മിൻ ഹുറൂഫിൽ മദ്ദി വല്ലീനി. മദ്ദിന്റെയും ലീനിന്റെയും രണ്ടും ഒന്നായിരിക്കുമല്ലോ. രണ്ടും ഒന്നായിരത്തെ മൊയ്ത്തല്ലായ അക്ഷരങ്ങൾ എന്നതിനെ പരിഗണിക്കുമ്പോൾ അതിന് ലീനിന്റെ അക്ഷരങ്ങൾ പറയും. മനസ്സിലായില്ല? ഹറക്കത്തിന് ശേഷം വരുന്നത് അനുസരിച്ച് അതിനെന്ത് പറയും? വയദുല്ലു അലൈഹി വുജൂഹുൻ. അല്ലവ്വലു അന്ന ഹുറൂഫൽ മദ്ദി വല്ലീൻ ഖാബിലത്തുൻ ലിസിയാദ വന്നുഖ്സാൻ വകുല്ലു മാ കാന കദാലിക. സിയാദ് നുഖ്സാൻ ഉള്ളത് ഏതെന്നും ഫലഹു തറഫാനി, രണ്ട് തറഫും കാണും. മനസ്സിലായില്ല? വലാ ത്വറഫ ലഹാ ഫിൻ നുഖ്സാനി ഇല്ലാ ഹാദിഹിൽ ഹറക്കാത്തു. അല്ല, അതുകൊണ്ട് ഹറക്കത്തുകൾ, ഈ ഹറക്കാത്തുകൾ മദ്ദിന്റെയും ലീനിന്റെയും അക്ഷരങ്ങളുടെ ബഅദാണെന്ന് കിട്ടും. അൽ ഹുറൂഫ് പിന്നെന്താണ്? അസാനി അന്ന ഹാദിഹിൽ ഹറക്കാത്തി ഇദാ മദദ്നാഹ ളഹറത്ത് ഹുറൂഫുൽ മദ്ദി വല്ലീൻ ഫഅലിംന അന്ന ഹാദിഹിൽ ഹറക്കാത്തി ലൈസത്ത് ഇല്ലാ വായിലത്തിൽ കൽ ഹുറൂഫ് ബാ. الثالث لو لم تكن الحركات أبعادا لهذه الحروف لما جاز الاكتفاء بها. കണ്ടാ, ഹറക്കത്തുകൾ കൊണ്ട് മതിയാക്കുമല്ലോ നമ്മള്. നമ്മിന്റെ മേൽ അറിയിച്ചു, വാവിന്റെ മേൽ നമ്മ അറിയിച്ചത് കൊണ്ട് കളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ലിഅന്നാ ഇദാ കാനത്ത് മുഖാലിഫത്തൻ ലഹാ ആണെങ്കിൽ ലം തസുദ്ദ മസദ്ദഹ ഫലം യസിഹ അൽ-ഇക്തിഫാഉ ബിഹാ. തിരിഞ്ഞില്ലേ? മിൻഹാ ബിദലീൽ ഇസ്തിഖ്റാഇൽ ഖുർആനി വന്നസരി വന്നദ്മി വബിൽ ജുംല ഫഹബ്. ഏടാ ഫബിൽ ജുംല ഒട്ടാകം പറഞ്ഞാൽ നീ മനസ്സിലാക്ക്. ഫഹബ് അന്ന ഇബ്ദാല ശൈഇ മിൻ മുഖാലിഫിഹിൽ ഖരീബി. അതിന്റെ ഖരീബായ മുഖാലിഫിനെ തൊട്ട് ഒരു ഷൈനെ ബദലാക്കൽ ജായിസാണ്. എന്താ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? യായിനെ കളഞ്ഞിട്ട് യായിന്റെ മേലെ അറിയിക്കുന്ന ഹറക്കത്ത് അബിദി അബിദയ അബദ ഇങ്ങനെ തന്നെ വേണം. അന്ന ഇബ്ദാല ശൈഇ മിൻ ബഅദിഹി, ഒരു ഷൈനെ അതിന്റെ ബഅദിന് ബദലാക്കൽ അവലെയാണ്. فوجب عمل الكلام عليه الابتداء بالساكن. المسألة الحادية عشرة الابتداء بالحروف الساكنة محال عند قوم وجائز عند آخرين. മലപ്പുറത്തുകാരായിരിക്കും സ്കൂൾ എന്നൊക്കെ പറയത്തില്ലേ? സ്കൂൾ സ്കൂൾ നമ്മളാ പറയുന്നത്. സ്കൂൾ അവർ ഈ സ്കൂൾ എന്ന് പറയും, നമ്മൾ സ്കൂൾ എന്ന് പറയും. സ്കൂൾ കൊണ്ട് തുടങ്ങാൻ പറ്റുമോ? തുടങ്ങാൻ പറ്റാ? നമ്മൾ സ്കൂൾ എന്ന് പറയത്തില്ലേ? അവര് ഈ സ്കൂൾ എന്ന് പറയത്തു. അത് ഇംഗ്ലീഷാന്നല്ലേ? വജായിസുൻ ഇൻദ ആഖരീന ലിഅന്നൽ ഹറക്കത ഇബാറത്തുൻ അനിസ് സൗത്ത്. കണ്ടാ? അല്ലദി യഹ്സുലു തലഫ്ഫുളു ബിഹി. എന്തിനു ശേഷം? ബഅദ തലഫ്ഫുളി ബിൽ ഹർഫ്. ഏതൊരു ഹറക്കത്ത് കൊണ്ടും വഴിയണമെങ്കിൽ എന്ത് വേണം? ഹർഫ് കൊണ്ട് വഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പൊ തൗഖീഫ് ശൈഇ, അല്ല ഒരു ഷൈഇനെ നിർത്തൽ അലാമാ യഹ്സുലു ബിഹി ബഅദഹു, അത് മുഹാലാണ് എന്നതാണ് അവരൊക്കെയുള്ള ന്യായം. നമ്മളെ ന്യായം സുക്കൂൻ കൊണ്ടേ. അൽ മസലത്തു താനിയത്തു അശറ അസ്ഖലുൽ ഹറക്കാത്തി അല്ലമ്മത്തു. ഹറക്കത്തുകളിൽ നിന്നും ഏറ്റവും അസ്ഖലായത് ലമ്മത്താണ്. രണ്ട് ചുണ്ടുകൾ കൂടണമല്ലോ ഇങ്ങോട്ട് വരണമെങ്കിൽ. ഫലായത്തിമ്മു ദാലിക ഇല്ലാ ബിഅമലിൽ അദ്ലതൈനി സുൽബതൈനി അൽവാസിലതൈനി ഇലാ ത്വറഫയി ശഫത്തി. ചുണ്ടിന്റെ രണ്ട് ത്വറഫിലേക്ക് വന്നു ചേരുന്ന രണ്ട് എല്ലുകൾ, ആ എല്ലുകളുടെ രണ്ട് സഹായം കൊണ്ടുള്ള അമല കൊണ്ട് അത് വരികയുള്ളൂ. കണ്ടാ? അമൽ കസറത്ത് ഫഇന്നാ യക്ഫി ബി തഹ്സീനി അൽ അദ്ലത്തുൽ വാഹിദത്തു അൽ ജാരിയത്തു.
തുമ്മൽ ഫത്തഹത്തി വഖഫ് അമലുൻ ദഈഫുൻ ലിതിൽകൽ അദ്ല അണ്ടം വകമാ ദല്ലത്ത് ഹാദിഹിൽ മആലിമുത് തശ്രീഹിയ്യത്തു ഈ നമ്മള് ഈ ഓപ്പറേഷൻ ചെയ്തു തന്ന ഈ അറിവുകൾ അറിയിച്ചതുപോലെ അലാമാ ദക്കർനാഹു ഫത്തജ്രിബത്തു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞതാണ് പറഞ്ഞേക്കെ എന്റെ എല്ലിന്റെ കൂട്ടലും ബഹളമൊക്കെ പരിശോധിച്ചതും അങ്ങനെ തന്നെയാണ് തുദ്ഹിറു അതിനെ വെളിവാക്കി തരും അതിന് ഫഅലം അന്നൽ ഹാല ഫീമാ ദക്കർനാഹു യഖ്തലിഫു ബിഹസ്ബി അംസിജത്തിൽ ബുൽദാൻ നാടുകളുടെ പ്രത്യേകത ആ നാടിന്റെ കുറച്ച് പരിശീലനം ചില നാടുകളിൽ ചെന്നാൽ ചിലപ്പോൾ എന്തെത്തില്ല നമ്മള് പത്താണോ ഹസറാണോ നമ്മാണോന്ന് അറിയില്ല ഏതക്ഷര മൊഴിയൊന്നും അറിയില്ല അതാ ബുൽദാന്റേതായ അംസിജത്ത് അതിന്റെ കലരലുകൾ പിന്നെ അഖില ആദർബീജാൻകാര് യഗ്ലിബു അലാ ജമീഇ അൽഫാദിഹിം ഇസ്മാമുൽ ലമ്മ എന്നൊക്കെ എടുത്തു എന്തു പറഞ്ഞാലും അവർക്ക് ലമ്മത്തിന് ചോദിച്ചിട്ടേ പറയത്തുള്ളൂ മനസ്സിലായില്ലേ فكثير من البلاد يغلب على لغاتهم إشمام الكسرة والله أعلم المسألة الثالثة إن بناء حركة هذا برهن الحركات الثلاثة مع السكون എങ്ങനെയാണ് ഹറക്കത്ത് എന്ന് വന്നത് എങ്ങനെയാണ് റഫഅ എന്ന് വന്നത് എങ്ങനെയാണ് നസ്ബ് എന്ന് പറഞ്ഞത് ഫത്തഹിന് നസ്ബ് എന്ന് എങ്ങനെ വന്നു ലമ്മിന് റഫഅ എന്ന് എങ്ങനെ വന്നു ഈ ഹറക്കാത്തുകൾ ഇദാ കാനത്ത് ഇറാബിയത്തൻ ഇറാബിയാകുമ്പം അതിന് പേര് റഫഅ നസ്ബ് ജർ ബിനാ ആകുമ്പം بالرفع والنسب والجر بالخفض والجزم سكون فإن كانت بنائية أو فتح النسب തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് ജസ്മും സുക്കൂനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് സുക്കൂനാകുമ്പോൾ എന്താകും മബനിയാകും ജസ്മാകുമ്പോൾ ഇറാബാകും അതിനർത്ഥം മനസ്സിലായില്ല കസറിന്റെ മേൽ മബനി എന്ന് പറയും എന്താ പറയത്തില്ല ജറിന്റെ മേൽ മബനി എന്ന് പറയത്തില്ല ലമ്മിന്റെ മേൽ മബനി എന്ന് പറയും റഫഇന്റെ മേൽ മബനി എന്ന് പറയും മനസ്സിലായില്ലേ ലമ്മ അല്ലെങ്കിൽ ലമ്മിന്റെ പകരം വരുന്ന അലിഫിന്റെ മേൽ യാ സൈദാനി എന്നൊക്കെ പറയുന്നത് തിരിഞ്ഞില്ല യാ സൈദൂൻ എന്നൊക്കെ പറയുമ്പോ നമ്മള് തിരിഞ്ഞോ അൽ മസലത്തു റാബിയത്തു അശറ ദഹബ ഖുത്തുറുബു പോയി ഇലാ അന്നൽ ഹറക്കാത്തിൽ ബിനായിയ മിഥലൽ ഇറാബിയ എന്ന് പറഞ്ഞു വൽബാഖൂന ഖാലഫു ഹാദൽ ഖിലാഫ് ലഫ്ളി ഫഇന്നൽ മുറാദ മിന തമാസുലി ഇൻ കാന വതമാസുലു ഫിൽ മാഹിയ ഉദാഹരിക്കുന്നതിൽ അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുള്ള ഉദാഹരിക്കലാണെങ്കിൽ ഫൽഹിസ്സു യശ്ഹദു ബിഅന്നൽ അംറ കദാലിക ഇൻ കാന മുറാദ ഉസൂലു തമാസുലി ഫീ കൗനിയ മുസ്തഹിഖത്തൻ ബിഹസ്ബിൽ അവാമിരിൽ മുഖ്തലിഫ എടാ ഫല്ലഖലു യശ്ഹദു അന്നഹു ലൈസ കദാലിക എന്ന് പറഞ്ഞു എടാ അൽമസലത്തുൽ ഖാമിസ് മൻ അറാദ അൻ യതലഫ്ഫള ബിൽ ദമ്മ ലമ്മത്ത് കൊണ്ട് മൊഴിയണമെങ്കിൽ എന്തു വേണം ലാ ബുദ്ദ ലഹു ഫഇന്നഹു ലാ ബുദ്ദ ലഹു മിൻ ദമ്മി ശഫതൈഹി അവ്വലൻ ثم റഫ്ഇഹിമാ താനിയൻ എന്താ കൂട്ടണം പിന്നെ ഉയർത്തണം ومن أراد التلفظ بالفتحة فإنه لا بد له من فتح الفم بحيث تنتسب الشفة العليا ഉല്യായ ശഫത്ത് ചൊവ്വ നിൽക്കണം ഇന്തിസാബായി നിൽക്കണം عند ذلك الفتح ومن أراد التلفظ بالكسر فإنه لا بد له من فتح الفم فتحا قويا والفتح القوي لا يحصل إلا بانجرار اللحي الأسفل താഴെ താടി ഒന്ന് ഇങ്ങനെ ചലിക്കണം ഇഞ്ചിറാർ വരണം വലിയണം വൻഖിഫാദി കൂടുകയും വേണം ഫലാ ജറമ ഇസ്മ ദാലിക ജർറൻ കണ്ട ഇഞ്ചിറാർ ഇൻഖിഫാദ് കണ്ട അതനുസരിച്ച് ജർറെന്നും ഖഫദെന്നും പറയാം ഇസ്മ ദാലിക ജർറൻ വ ഖഫദൻ വ കസ്റൻ കണ്ട لأن انجرار القوي يوجب الكسرة وأما الجزم فهو القطع مركوع أما أنه لم
ലിമ സുമ്മിയ വഖഫൻ അല്ല അമ്മൽ ജസ്മു വഅമ്മ അന്നഹു ലിമ സുമ്മിയ അല്ല അമ്മ അന്നഹു ലം ലിമ സുമ്മിയ എന്തുകൊണ്ട് പേര് വെക്കപ്പെട്ടു വഖഫനെന്നും സുക്കൂനെന്നും ഏട്ടാ പിന്നെ അതിന്റെ ഇല്ലത്ത് ലാഹിറ കേട്ടാ മുറിക്കല്ലേ നിർത്തുമല്ലോ ഇന്ന് പിന്നെ അങ്ങനെയാണ് ഹർക്കത്തുകളൊക്കെ പറഞ്ഞത്. മിൻഹും മൻ സഅമ അന്നൽ ഫത്ഹ വൽ ദമ്മ വൽ കസ്റ വൽ ഹഖ്ഫ അസ്മാഉൻ ലിൽ അഹ്വാലിൽ ബിനായിയ എന്തു പറയാൻ കമാ അന്നൽ അർബഅത സാനിയത അസ്മാഉൻ ലിൽ അഹ്വാലിൽ ഇറാബിയ എന്താണ് ഇങ്ങനെയൊക്കെ അന്നൽ ഫത്ഹ വൽ ദമ്മ വൽ കസ്റ ഫത്ഹ ദമ്മ കസ്റ വഖഫ് മറ്റേ റഫഉ ജർ നസ്ബ് ജസ്മ أحوال ربي ومنهم من جعل الأربعة الأولى ضم فتح كسر وقف أسماء تلك الأحوال سواء كانت بنائية أو إعرابية فجعل الأربعة الثانية أسماء للأحوال الإعرابية فتكون الأربعة الأولى بالنسبة للأربعة الثانية كالجنس بالنسبة إلى النوع هذا إعراب وأنواعه إعراب വിഭാഗങ്ങൾ നൗആണ് ജിൻസ് വേണ്ടേ അൻവാഉൽ ഇറാബി എന്ന് പറയും. അപ്പൊ അതിന്റെ ജിൻസാന്ന് ചോദിക്കും. അതാണ് ആ ജിൻസും പിന്നെ വേണ്ടാ ഒന്നാമത്തത് ഏതാണ് ജിൻസ് പോലെ മനസ്സിലായില്ല ഏത് ഫത്ഹ് ദമ്മ് കസർ ഇബാറത്ത് ആ ഖത്തറിന്റെ ഹാസ്യക്കാര് എവിടെയോ എഴുതിയിട്ടിട്ട് ഇതിനെ പറ്റിയിട്ട് വൻവാഴു എന്ന് പറഞ്ഞിടത്ത് എന്തുകൊണ്ട് നൗഉ എന്ന് പേര് പറഞ്ഞു എന്ന് ചോദിച്ചട്ടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ ആശയം കണ്ടത് അല്ലെ പിന്നെ ഒരു മറുപടി അങ്ങ് പറയാൻ നൗഉള്ളയിടത്ത് ജിൻസ് ഉണ്ടാകും എന്നത് അഗ്ലബിയാണ് നോക്കണം. നൗഉ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന നൗ അല്ല, ഹഖീഖത്തുകൾ ഒത്തുവരുത്തതിന്റെ മേൽ പറയുന്നതിനാണല്ലോ നൗഉ. അത് നമ്മൾ മറ്റേനകത്ത് പറയുമ്പോഴാ ഏതാ മനസ്സിലായില്ല. ഇതിപ്പോ ഹഖീഖത്തുകൾ ഒത്തുവരുത്താണോ? അപ്പൊ അജ്നാസ് എന്നാ കണക്കിന് പറയേണ്ടത്. റഫഇന്റെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ അത് മന്തിഖിന്റെ ഒരു പ്രയോഗമാണ് അതാ പറഞ്ഞത്. മനസ്സിലായില്ല. ആ പ്രയോഗം ഇവിടുത്തെ പറയാൻ പറ്റുമോ? ഇറാബി എന്നത് ജിൻസും അതിന്റെ നൗഉ ഇവകളും എന്നും പറയാൻ പറ്റില്ല. കാരണം ഇറാബ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞു ഹറക്കാത്തുകൾ അതിന് ഇറാബാകണമെങ്കിൽ ഇറാബാകുമ്പോഴാണ് റഫഉ നസ്ബ് ജർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയും ബിനാ ആകുമ്പോഴാണ് ഫത്ഹ് ദമ്മ് കസ്ർ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ പിന്നെ അൻവാഉൽ ഇറാബി എന്ന് പറയുമ്പം അൻവാഉഹു ഇറാബിന്റെ വിഭാഗങ്ങൾ റഫ്ഉൻ വ നസ്ബുൻ വ ജർറുൻ എന്ന് പറയണം. ഖത്തറിനതിൽ അല്ല അതിനകത്തങ്ങനല്ലേ ഇവിടെ പിന്നെ അവാമിന്റെ തുടക്കത്തിൽ എങ്ങനെ അൻവാന്നല്ലേ അൽ ഇറാബ് ഇറാബ് എന്ന പേര് ഇറാബ് ആകുന്നത് എപ്പോഴും ഇറാബ് റഫഉ നസ്ബ് ജറാണ്. മനസ്സിലായില്ല. അൽ ഇറാബ് അർബഅത്തുൻ ഇല്ലേ റഫഉ നസ്ബ് ജർ. ഈ ഹറക്കാത്തുകൾക്ക് ഇറാബ് എന്ന പരിഗണന കൊടുക്കുമ്പോൾ റഫഅ എന്നും ബിനാ എന്ന പരിഗണന കൊടുക്കുമ്പോൾ ദമ്മ് എന്നും. അപ്പൊ പിന്നെ നൗഉ എന്ന് പറഞ്ഞതും ജിൻസ് എന്ന് പറയുമ്പോൾ തമ്മിൽ നോക്കുമ്പോ ജിൻസ് ഏതാന്ന് ചോദിക്കും. മനസ്സിലായില്ല. അതിനാണ് അവിടെ ഈ പറഞ്ഞത്.
وجعل الأربعة الثانية أسماء للأحوال الإعرابية فتكون الأربعة الأولى ഒന്നാമത്തെ നാലെണ്ണാവും ബിന്നിസ്ബത്തിൽ അർബഅത്തി സാനിയ കൽ ജിൻസി അല്ല ജിൻസാണ് അത് ഏത് ലമ്മ് ഫത്ഹ് തിരിഞ്ഞോ ബിന്നിസ്ബത്തി ഇലൻ നൗം കണ്ടാ പിന്നെ അവിടെ പറയുന്നത് അന്നഉ അൻവാഉ അൽ-ഇഅ്റാബ് എന്നൊരു ജിൻസും അതിന്റെ നൗഉകളും മജാരി എന്നതിന് പേര് പറയും ഈ ഹർക്കത്തുകൾ അതിന് പറയാൻ പോകുന്നത് അൽ-ഇഅ്റാബ് ഇഖ്തിലാഫു ആഖിറിൽ കലിമ ബിഖ്തിലാഫിൽ അവാമിലി ബിഹറക്കത്തിൻ ഔ ഹർഫിൻ തഹ്ഖീഖൻ ഔ തഖ്ദീറൻ എന്നൊക്കെ പറയും.